നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഈ ചൈന, US ആ ഒരു താരിഫ് എല്ലാം തന്നെ ഏകദേശം ഒരു ധാരണയിൽ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള വാർത്തകൾ US മാർക്കറ്റ് ഒരു പോസിറ്റീവായി റിയാക്ട് ചെയ്തിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. ഇന്നലെ US ഫ്യൂച്ചർ നെഗറ്റീവ് ആണെങ്കിൽ കൂടിയും ഇന്നലെ US മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ടെക്നോളജി കമ്പനീസ് എല്ലാം തന്നെ പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. US മാർക്കറ്റ് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. ഈവൻ യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. അപ്പോൾ പൊതുവെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ US മാർക്കറ്റ്, ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ്, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഈ US റിസഷൻ സാധ്യതകളെല്ലാം തന്നെ ഉണ്ടെങ്കിൽ കൂടിയും ജെറോം പവലിന് തെറിപ്പിക്കാനായിട്ടുള്ള ഒരു പദ്ധതി ട്രംപിന് ഇല്ല. ചൈനയായിട്ടുള്ള ആ ഒരു താരിഫിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നൊക്കെയാണ് ഇപ്പോൾ ഗ്ലോബലി ഉള്ള അപ്ഡേറ്റ്. അപ്പോൾ അത് പ്രകാരമാണ് US മാർക്കറ്റൊക്കെ എല്ലാം തന്നെ പോസിറ്റീവിൽ റിയാക്ട് ചെയ്യുന്നത്. പിന്നീടാണ് നമുക്ക് ഇന്ത്യ പാക് ടെൻഷൻസ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി വർദ്ധിച്ച ഒരു സാഹചര്യമാണുള്ളത്. സർഫസ് മിസൈൽസ് എല്ലാം തന്നെ പാകിസ്ഥാൻ ടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയും അതുപോലെയുള്ള ബോർഡറുകളെല്ലാം തന്നെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലെ പുതിയൊരു ടെൻഷൻ അത് ഇന്ത്യ പാക് ടെൻഷൻ തന്നെയാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ലെസ്സർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റിനെ താഴെ ഇടുന്നത് FIs ആണ്. ആ FIs ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് ആണെങ്കിൽ ഇതൊന്നും തന്നെ റിയാക്ട് ചെയ്യപ്പെടില്ല. അതാണ് ഈവൻ ഇന്നലെയും കണ്ടത്. ഇന്നലെ നമ്മളുടെ ഭാഗത്തുനിന്ന്, അതായത് റീറ്റെയിൽസിൻ്റെ ഭാഗത്തുനിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി കാണണം. പക്ഷേ FIs നല്ല രീതിയിൽ ബൈ നടന്നിട്ടുണ്ട്. FIs ഏകദേശം ഒരു 8,000 കോടി രൂപക്ക് മുകളിൽ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയ ഒരു അവസ്ഥയിലാണുള്ളത്. 8,152 കോടി രൂപക്ക് ബൈ നടത്തി. അപ്പോൾ ഈ ഒരു ഇഷ്യൂസൊക്കെ കാരണം ഇൻഡിഗോ ഇവരുടെ ഫ്ലൈറ്റ് എല്ലാം തന്നെ ചിലത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ചിലത് റീഫണ്ടൊക്കെ ഇപ്പോൾ ഫ്രീ റീഫണ്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതാണ് ഇപ്പോൾ ഉള്ള ഒരു അപ്ഡേറ്റ്. US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. FIs ബൈയിങ് ആണെങ്കിൽ ഇതൊക്കെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെടാൻ സാധ്യതയില്ല. പിന്നെ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുത്താനായിട്ട് പ്രധാന കാരണം HUL ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനിയായിട്ടുള്ള HULൻ്റെ ഒരു 4% ഒരു ഇടിവാണ്. ഇന്നലെ മിക്സഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് നമ്മൾ കണ്ടത്. മെറ്റൽ സ്റ്റോക്കും മീഡിയ സ്റ്റോക്കും എല്ലാം തന്നെ ഗെയിൻ രേഖപ്പെടുത്തി. FMCGയും ഫിനാൻഷ്യൽ സെക്ടറും എല്ലാം തന്നെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. നല്ലൊരു റാലി നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രധാനമായിട്ടും ഇന്ന് മാർക്കറ്റിൽ നമ്മുടെ മാർക്കറ്റ് ഹവേഴ്സിന് ശേഷം റിലയൻസിൻ്റെ റിസൾട്ട്, മാരുതി സുസുക്കിയുടെ റിസൾട്ട്, ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ റിസൾട്ട്, ഡോക്ടർ ലൽപത് ലാബിൻ്റെ റിസൾട്ട്, RBL ബാങ്ക്, ശ്രീറാം ഫിനാൻസ്, DCB ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ടാറ്റ ടെക്നോളജി, ഫോഴ്സ് മോട്ടോഴ്സ്, അതുൽ, ചെന്നൈ പെട്രോളിയം തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. അപ്പോൾ ഓൾറെഡി തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ ഇന്നലെ ആക്സിസ് ബാങ്കിൻ്റെ തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അതിൻ്റെ റിയാക്ഷനും ഉണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാൻ ഏറ്റവും താഴെ US ഫിക്സ് 10% ഫോളായി കൂൾ ഡൗൺ ആയിട്ടുണ്ട്. US മാർക്കറ്റ് കാണാം. നാസ്ഡാക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു, ഡോ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏറ്റവും താഴെന്നാണ് ഇപ്പോൾ നോക്കുന്നത്. FTSE പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു, CAC 40 പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു, ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്നലെ സ്പൈക്ക് ചെയ്ത് കാണാൻ സാധിക്കും. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവാണ്. നിക്കി, കോസ്പി, ചൈന, ഓസ്ട്രേലിയയിലെല്ലാം തന്നെ പോസിറ്റീവാണ്. അപ്പോൾ ഇനിയിപ്പോൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത IT കമ്പനീസിൻ്റെ കാര്യം എടുക്കാം. എല്ലാം പോസിറ്റീവാണ്. അസെഞ്ചർ, എൻവിഡിയ, ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇന്റൽ എല്ലാം തന്നെ പോസിറ്റീവാണ്. പക്ഷേ ഇന്ത്യയിൽ എക്സ്റ്റേണൽ മാർക്കറ്റ് അവേഴ്സിൽ 5% ഫോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ടെക്നോളജി മാർക്കറ്റൊക്കെ US മാർക്കറ്റ് ഇപ്പോൾ US ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവാണെങ്കിലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം US മാർക്കറ്റ് വൈകിട്ടാണ് ഓപ്പൺ ആവുന്നത്. US ഫ്യൂച്ചറിൻ്റെ ആക്ടിവിറ്റീസും എല്ലാം തന്നെ കീനായിട്ടൊന്ന് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്ന് യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റീസും വാച്ച് ചെയ്യണം. കാരണം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തെങ്കിൽ കൂടിയും വലിയ തോതിൽ ബുള്ളിഷ്നെസ് ഉണ്ടായിരുന്നില്ല. പേരിനൊരു പോസിറ്റിവിറ്റി മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് കടന്നു വരാം. സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് നമുക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. അതിനു മുമ്പ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ, IPOയിൽ പങ്കെടുക്കാൻ മ്യൂച്വൽ ഫണ്ട്, ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ FAR OTM, ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്ക്, ടാറ്റ ഗ്രൂപ്പ് ആണ് ഈ അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, ന്യൂസുകൾ മാത്രമാണ്. സെയിൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ്
120 നിന്ന് 170 വർദ്ധിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ആവാസ് ഫിനാൻസ് കമ്പനി 143 നിന്ന് 154 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചതായിട്ടുള്ള ന്യൂസ്. ടെക്കം നെറ്റ് പ്രോഫിറ്റ് 76% വർദ്ധിച്ചു. കമ്പനി 30 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ആക്സിസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്, എങ്കിലും സ്ട്രീറ്റ് എസ്റ്റിമേഷനേക്കാളും മുകളിലാണ് റിസൾട്ട് എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. IEX ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് കമ്പനി പ്രോഫിറ്റ് ഉയർന്നു. 96 കോടി രൂപയിൽ നിന്ന് 117 കോടി രൂപയിലേക്ക് ഉയർന്നു. ടാൽന പ്ലാറ്റ്ഫോം പ്രോഫിറ്റ് ഇടിഞ്ഞു. 130 നിന്ന് 117 ഇടിഞ്ഞു. SBI കാർഡ് പ്രോഫിറ്റ് കുറഞ്ഞു. 666 നിന്ന് 534 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. മാക്രോടെക് ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ് വർദ്ധിച്ചു. 666 നിന്ന് 933 പ്രോഫിറ്റ് വർദ്ധിച്ചു. ഹീറോ മോട്ടോകോർപ്പ് പുതിയ 4 പ്രൊഡക്റ്റ് ശ്രീലങ്കയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വിപ്രോ AI സെൻറ്റർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പവർ ഗ്രിഡ് പുതിയ പ്ലാന്റിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നുണ്ട്. പ്രസ്റ്റീജ് ഹോസ്പിറ്റാലിറ്റി IPO അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ശ്രീരാം ഹൗസിംഗ് ഫിനാൻസ് 60% നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. റൈറ്റ്സ് കമ്പനിക്ക് 28 കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചു. ഞാൻ ന്യൂസ് വളരെ ചുരുക്കി പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത്, കാരണം ആർക്കും സമയമില്ല. ഇത് തന്നെ വേറെ രീതിയിൽ പറയാം, പതിയെ ഒരു 10 മിനിറ്റാക്കി പറയാം. പക്ഷേ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ കാര്യം. കാരണം രാവിലെയാണ്, ആർക്കും ഒട്ടും സമയമില്ല. അതിന് ഇടയിൽ കഥകൾ പറയാൻ താല്പര്യമില്ല. എനിവേ, വൈകിട്ട് കാണാം. താങ്ക് യു.